പരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നുമെന്നേരവും ആരാധന. കരമടിച്ച് പാടാം. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നുമെന്നേരവും ആരാധന. പരമപരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നുമെന്നേരവും ആരാധന. പരമപരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നുമെന്നേരവും ആരാധന. പരമപരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നുമെന്നേരവും ആരാധന. പരമപരിശുദ്ധ കരമടിച്ച് ദിവ്യകാരുണ്യമേ, എന്നുമെന്നേരവും ആരാധന. പരമപരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നുമെന്നേരവും ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവ്, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങ് അങ്ങയുടെ തിരുനടയിലേക്ക് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഈ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളായ അങ്ങയുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണ അങ്ങയുടെ മക്കളുടെ മേൽ എപ്പോഴും വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണ വർഷിക്കണമേ. ജ്ഞാനത്തിന്റെ ഉറവിടമായവനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അറിവിന്റെ ഉറവിടമായവനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവ്, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം നൽകണമേ. അങ്ങയുടെ ഈ ആലയത്തെ പ്രതി അങ്ങയുടെ മക്കളോട് കരുണ വർഷിക്കണമേ. ഈ പുണ്യഭൂമിയിലേക്ക് അങ്ങ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു അങ്ങയുടെ ആയിരക്കണക്കിന് ദൈവമക്കളും അങ്ങയുടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളായ മക്കളുടെ പരീക്ഷകളുടെ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരെഴുതാൻ പോകുന്ന പരീക്ഷകളുടെ മേൽ, എഴുതിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെ മേൽ അങ്ങയുടെ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ, ബോധ്യം നൽകണമേ, വിജയം നൽകണമേ, വളർച്ച നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അങ്ങയുടെ മക്കൾക്ക് സൗഖ്യം നൽകണമേ, അങ്ങയുടെ മക്കൾക്ക് സമാധാനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തിന്റെ ഉറവിടമായ കർത്താവേ, കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള ഭയങ്ങളിൽ നിന്നും മോചനം നൽകണമേ. ദൈവമക്കള് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ജ്ഞാനം നിന്നെ വലിയവനാക്കും. കർത്താവിന്റെ അനുഗ്രഹം നിന്നെ വലിയവളാക്കി മാറ്റും. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോടുള്ള ഭക്തി നിന്റെ ജ്ഞാനത്തിന് കാരണമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ശിരസ്സിന് മുകളിൽ കൈമുട്ടുകൾ മടങ്ങാത്ത വിധത്തിൽ ദൈവമക്കൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ. ഈശോയേ. ഓരോരുത്തരുടെയും ശബ്ദം അടുത്തു നിൽക്കുന്ന 50 പേർക്ക് കേൾക്കാൻ പറ്റുന്ന അഭിഷേകത്തോടെ വിളിക്കട്ടെ. 100 പേർക്ക് കേൾക്കാവുന്ന കൃപയോടെ വിളിക്കട്ടെ. 1000 പേർക്ക് കേൾക്കാൻ പറ്റുന്ന അഭിഷേകത്തോടെ യേശുനാമം വിളിക്കട്ടെ. സർവശക്തിയോടും കൂടെ വിളിക്കട്ടെ. ഒരു മടിയും നാണവും കൂടാതെ വിളിക്കട്ടെ. ഓരോ പ്രാവശ്യവും യേശുനാമം വിളിക്കാൻ കിട്ടുന്ന അവസരം വലിയ അഭിഷേകത്തിന്റെ അവസരമാണെന്ന ബോധ്യത്തോടെ വിളിക്കട്ടെ. കരമടിച്ച് ഇരുവശങ്ങളിലേക്കും കരമടിച്ച് കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി ജ്ഞാനത്തിന്റെ ഒരഭിഷേകത്തിന് വേണ്ടി ദൈവമക്കള് പ്രാർത്ഥിക്കട്ടെ, കർത്താവിനെ ആരാധിക്കട്ടെ. ജീവന്റെ ജീവനെ
ശ്വാസത്തിൻ ശ്വാസമേ എന്നുമെന്നേരവം ആരാധന. ജീവന്റെ ജീവനേ 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 ശ്വാസത്തിൻ ശ്വാസമേ ദിവ്യകാരുണ്യമേ ആരാധന. കരമുയർത്തി. ജീവന്റെ ജീവനേ ശ്വാസത്തിൻ ശ്വാസമേ ദിവ്യകാരുണ്യമേ ആരാധന. ജീവന്റെ ജീവനേ ശ്വാസത്തിൻ ശ്വാസമേ ദിവ്യകാരുണ്യമേ ആരാധന. ജീവന്റെ ജീവനേ ശ്വാസത്തിൻ ശ്വാസമേ ദിവ്യകാരുണ്യമേ ആരാധന. ജ്ഞാനത്തിന്റെ ഉറവിടമേ സർവശക്തിയോടെ വിളിക്കുന്നു. അറിവിന്റെ ഉറവിടമായവന്റെ നാമം വിളിക്കുന്നു. തന്നെ പ്രസാദിപ്പിക്കുന്നവർക്ക് ജ്ഞാനം സമൃദ്ധമായി നൽകുന്നവന്റെ നാമം വിളിക്കുന്നു. തന്നെ ആരാധിക്കുന്നവർക്ക് അറിവ് നൽകുന്നവന്റെ നാമം വിളിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനമായവന്റെ നാമം വിളിക്കുന്നു. സ്വർഗീയമായ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും അടങ്ങിയിരിക്കുന്നവന്റെ നാമം വിളിക്കുന്നു. കരമടിച്ച് കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി. ജ്ഞാനത്തിൻ ഉറവിടമേ അറിവിന്റെ ഉറവിടമേ എന്നുമെന്നേരവം ആരാധന. 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 ജ്ഞാനത്തിൻ ഉറവിടമേ അറിവിന്റെ ഉറവിടമേ ദിവ്യകാരുണ്യമേ 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 ആരാധന. ആത്മാവേ വരണമേ.
ആരാധന സ്വർഗം തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ ശബ്ദത്തിൽ വിളിക്കുന്ന ഈശോയേ. ഓരോരുത്തരും മടികൂടാതെ വിളിക്കുന്നു, ഒരു നാണവും കൂടാതെ വിളിക്കുന്നു. എത്രമാത്രം വിജയം വരിക്കണമെന്ന്, പരീക്ഷകളിൽ എത്രമാത്രം ഉന്നതമായ വിജയം ഉണ്ടാകണമെന്ന് നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, അത്രമാത്രം ശക്തിയോടെ വിളിക്കട്ടെ. അത്രമാത്രം സ്വർഗീയമായ ഒരു അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നിങ്ങളിലേക്ക് വന്നിറങ്ങണമെന്ന് നിങ്ങൾ എത്രമാത്രം, പറന്നിറങ്ങണമെന്ന് നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, അത്രമാത്രം ശക്തിയോടെ വിളിച്ചേ. എല്ലാ കുഞ്ഞുമക്കളും വലതുകരം നെറ്റിത്തടത്തിൽ വയ്ക്കട്ടെ, ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെക്കുക. നിങ്ങൾ ആരെയും നോക്കണ്ട. വലതുകരത്തിന്റെ ഉള്ളം കൈ നിങ്ങളുടെ നെറ്റിത്തടത്തിൽ വെച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ. കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകം കർത്താവേ, ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള വൈദികരോട് ചേർന്ന്, സഭാസനച്ചനോടും ജോസഫ് അച്ഛനോടും മറ്റു വൈദികരോടും സന്യസ്തരോടും ഒക്കെ ചേർന്ന് ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുസഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ടിട്ടുള്ള ദിവ്യബലിയുടെ യോഗ്യതകളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ ഈ 3 ദിവസങ്ങളായി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവ്യകാരുണ്യ 40 മണിക്കൂർ ആരാധനയുടെ അഭിഷേകത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കടന്നുപോയിട്ടുള്ള കോടാനുകോടി മനുഷ്യരുടെ പ്രാർത്ഥനകളുടെ അഭിഷേകത്തോട് ചേർന്ന്, വിശ്വാസത്തോട് ചേർന്ന് ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഇവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഇവരുടെ ഓർമ്മശക്തിയെ പ്രകാശിപ്പിക്കണമേ. ഇവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇവർ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇവർ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഇവരുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് പ്രവേശിച്ചിട്ടുള്ള അറിവുകൾ എല്ലാം വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോർദാനിൽ ഈശോയുടെ മേൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ മക്കളുടെ മേൽ പറന്നിറങ്ങണമേ. പരിശുദ്ധ അമ്മയുടെ മേൽ കത്തിജ്വലിച്ച പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ, പിതാവിന്റെ മേൽ വന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ, ലിഹന്മാരുടെ മേൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ, വേദസാക്ഷികളുടെ മേൽ, പ്രവാചകന്മാരുടെ മേൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ, കത്തിജ്വലിച്ച പരിശുദ്ധാത്മാവേ, ഈ കുഞ്ഞുമക്കളുടെ മേൽ കത്തിജ്വലിക്കുകയും ഇവർ എഴുതാൻ പോകുന്ന ഇവരുടെ പരീക്ഷകളിൽ ഉന്നതമായ വിജയം ഇവർക്ക് ഓരോരുത്തർക്കും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. ഇവർക്ക് പഠിക്കാൻ പ്രയാസമുള്ള വിഷയങ്ങൾ എളുപ്പമുള്ളതാക്കി മാറ്റണമേ. ഇവർ പരീക്ഷയെക്കുറിച്ചുള്ള ഭയങ്ങൾ എടുത്തു മാറ്റണമേ. ഏകാഗ്രതയോടെ പഠിക്കാൻ, ആത്മനിയന്ത്രണത്തോടെ പഠിക്കാനുള്ള കൃപ നൽകണമേ. ഈ പരീക്ഷകളുടെ ദിവസങ്ങളിൽ ഉണ്ടാകാനിടയുള്ള എല്ലാ അസ്വസ്ഥതകളെയും എടുത്തു മാറ്റണമേ. ഇവരുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. എല്ലാ നെഗറ്റീവ് ചിന്തകളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു. അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകൾ വിട്ടുപോകട്ടെ. ഇവരുടെ ശരീരത്തിൽ ഉള്ള രോഗപീഠകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നു. ഇരുകരങ്ങളും ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഇവരുടെ ചിന്തയെ പ്രകാശിപ്പിക്കണമേ, ഇവരുടെ ഓർമ്മശക്തിയെ പ്രകാശിപ്പിക്കണമേ. വേണ്ടത് വേണ്ട സമയത്ത് ഓർത്തെടുക്കാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. പരീക്ഷയെ കുറിച്ചുള്ള ഭയങ്ങൾ വിട്ടുപോകട്ടെ. വിട്ടുമാറാത്ത തലവേദനകൾ യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുപോകുന്നു. മൈഗ്രെയിൻ തലവേദനകൾ വിട്ടുമാറുന്നു. ഉദരപീഡകൾ വിട്ടുമാറുന്നു. കൈ വിയർക്കുന്ന രോഗാവസ്ഥയുള്ള 4 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 150ഓളം കുഞ്ഞുമക്കൾക്ക് കർത്താവ് ഫുൾ A+ന്റെ ഒരു അഭിഷേകം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. +1ന്റെ പരീക്ഷ
പരീക്ഷകൾ ഉന്നതമായ വിജയം, +2 പരീക്ഷകൾ ഉന്നതമായ വിജയം കർത്താവ് നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. CBSE പരീക്ഷ എഴുതുന്ന 10 പേരിലധികം മക്കൾക്ക് 95 മാർക്കിൽ അധികം, 95% നേടാൻ കർത്താവ് കൃപ തരുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. CBSE 10, CBSE 12 ക്ലാസ്സുകളിൽ പഠിക്കുന്നവര് പ്രത്യേക അവർ പരീക്ഷകൾ തുടങ്ങി പരീക്ഷകൾ എഴുതിത്തോടെ 1-2 പരീക്ഷകളൊക്കെ കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കൃപ ഇപ്പോൾ വൈതിറങ്ങുന്നു. ചെറിയ ക്ലാസ് മുതൽ ഉയർന്ന ക്ലാസ്സുകൾ വരെയുള്ള എല്ലാ മക്കളുടെയും മേൽ ജ്ഞാനത്തിന്റെ ഒരു അഭിഷേകം, അറിവിന്റെ ഒരു അഭിഷേകം കർത്താവ് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് തുറന്നിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അഭിഷേകപ്രാവ്, അങ്ങയുടെ അഭിഷേകത്തി ഈ കുഞ്ഞു മക്കളിൽ ഇപ്പോൾ പറന്നിറങ്ങട്ടെ. ഈ കുഞ്ഞു മക്കളുടെ ഇപ്പോൾ ശക്തി ചലിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. മണികൂടാതെ ഹൃദയം തുറന്ന് വിളിക്കുന്നു. ആയിരങ്ങൾ 10,000 ഒരുമിച്ച് വിളിക്കുന്നു. ഈ പുണ്യഭൂമിയുടെ അഭിഷേകത്തോട് ചേർന്ന് വിളിക്കുന്നു. കർത്താവിന്റെ വാഗ്ദാനങ്ങളോട് ചേർന്ന് വിളിക്കുന്നു. കരമടിച്ച കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി ദൈവാരാധനയുടെ പറന്നിറങ്ങണമേ ആത്മാവേ, പറന്നിറങ്ങണമേ പറന്നിറങ്ങണമേ. കത്തിജ്വലിക്കണമേ ആത്മാവേ, കത്തിജ്വലിക്കണമേ ആത്മാവേ, കത്തിജ്വലിക്കണമേ. പറന്നിറങ്ങണമേ ആത്മാവേ, പറന്നിറങ്ങണമേ ആത്മാവേ, പറന്നിറങ്ങണമേ. കത്തിജ്വലിക്കണമേ ആത്മാവേ, കത്തിജ്വലിക്കണമേ ആത്മാവേ, കത്തിജ്വലിക്കണമേ. അഭിഷേകപ്രാവ എന്നിൽ പറന്നിറങ്ങണമേ. അഭിഷേകപ്രാവായ എന്നിൽ പറന്നിറങ്ങണമേ. അഭിഷേകത്തീയ എന്നിൽ കത്തിജ്വലിക്കണമേ. അഭിഷേകത്തീയായ എന്നിൽ കത്തിജ്വലിക്കണമേ. അഭിഷേകപ്രാവ എന്നിൽ പറന്നിറങ്ങണമേ. അഭിഷേകപ്രാവായ എന്നിൽ പറന്നിറങ്ങണമേ. അഭിഷേകത്തീയ എന്നിൽ കത്തിജ്വലിക്കണമേ. അഭിഷേകത്തീയായ എന്നിൽ കത്തിജ്വലിക്കണമേ. കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഉഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി പ്രാർത്ഥിക്കട്ടെ. അനുഗ്രഹം പ്രാപിക്കാൻ കുഞ്ഞെ നീ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, അത്രമാത്രം തീഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ. ഓരോരുത്തർക്കും കൃപയൊഴുകിയെത്തുന്നത് നിന്റെ ആഗ്രഹത്തിന്റെ അളവിലാണ്. നീ എത്രമാത്രം ദാഹിക്കുന്നുണ്ട്, അത്രമാത്രം നിന്നിലേക്ക് ദൈവാഭിഷേകം, കൃപാഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ഉച്ചൻ ചൈതന്യം ഇപ്പോൾ ഒഴുകിയിറങ്ങും. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ശംഖുപൊട്ടി വിളിക്കട്ടെ. സ്വർഗം തുറക്കപ്പെടുന്നു. സ്വർഗീയ സമ്പത്ത് പെയ്തിറങ്ങുന്നു. നിന്റെ ചിന്തകളെയും ധാരണകളെയും അനുധിലംഘിക്കുന്ന ഒരു അഭിഷേകം, ഒരു ജ്ഞാനത്തിന്റെയും അറിവിന്റെയും അഭിഷേകം കർത്താവ് നിനക്ക് വേണ്ടി നാം കരുതി വച്ചിരിക്കുന്നു. അവിടുന്ന് നിന്നെ ശക്തനാക്കുന്നു. നിന്റെ ഉള്ളിലെ ഭയങ്ങളെ എടുത്തു മാറ്റുന്നു. നിന്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. ആനന്ദത്തിന്റെ തൈലം പുരട്ടുന്നു. നീ കർത്താവിന്റെ മുൻപിൽ കരമുയർത്തുമ്പോൾ അവിടുന്ന് നിനക്ക് വേണ്ടി കരമുയർത്തുന്നു. നീ കർത്താവിന്റെ നാമം വിളിക്കുന്നതിന് സ്വരമുയർത്തുമ്പോൾ
അവിടുന്ന് സ്വരത്തിൽ നിന്റെ നാമം വിളിക്കുന്നു. കരമടിച്ച് കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി. മറിയത്തിൽ എന്നതോൽ പറന്നിറങ്ങണമേ, യൗസേപ്പിൽ എന്നപോൽ കത്തിജ്വലിക്കണമേ, വിനയത്തിന്റെ ആത്മാവായി പറന്നിറങ്ങണമേ, വിശുദ്ധി നൽകും ആത്മാവായി കത്തിജ്വലിക്കണമേ, പറന്നിറങ്ങണമേ, തുള്ളിച്ചാടി പടം തിരിച്ചുചാടി അഭിഷേകത്തോടെ ആരും നോക്കണ്ട, തിരിച്ചുചാടി ആത്മാവിൽ നിറഞ്ഞ് കരമുയർത്തി കരമടിച്ച് കത്തിജ്വലിക്കണമേ, അഭിഷേകത്തിനായി കത്തിജ്വലിക്കണമേ, ഹല്ലേലൂയ ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ, പൂർണ്ണ മനസ്സോടെ വിളിക്കുന്നു, സർവം സമർപ്പിച്ച് വിളിക്കുന്നു, നിങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് വിളിക്കട്ടെ, അധ്യാപകരെ സമർപ്പിച്ച് ആത്മാർത്ഥമായി വിളിക്കട്ടെ, സഹപാഠികളെ സമർപ്പിച്ച് വിളിക്കട്ടെ, ഓരോരുത്തരുടെയും ശബ്ദം അടുത്ത് നിൽക്കുന്ന 50 പേർക്ക് കേൾക്കാവുന്ന വിധത്തിൽ വിളിക്കട്ടെ, നിങ്ങളുടെ പഠിക്കാൻ പ്രയാസമുള്ള വിഷയങ്ങളെ സമർപ്പിച്ച് വിളിക്കട്ടെ, ആത്മവിശ്വാസം ലഭിക്കട്ടെ, ആത്മധൈര്യം ലഭിക്കട്ടെ, ഈശോ കൂടെയുണ്ടെന്ന ബോധ്യത്തോടെ വിളിക്കട്ടെ, ഈശോ എനിക്ക് വിജയം തരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിളിക്കട്ടെ, എന്നെ ശക്തനാക്കുന്ന എന്റെ ഈശോയിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പ്രഖ്യാപിച്ച് വലതുകരമുയർത്തി വിളിക്കട്ടെ, ഇരുകരങ്ങളും ശിരസ്സിന് മുകളിൽ കൈമുട്ട് മടങ്ങാത്ത വിധത്തിൽ ഉയർത്തിക്കൊണ്ട് വിളിക്കട്ടെ, കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നവർക്കാണ് കർത്താവ് ജ്ഞാനം നൽകുന്നത്. സഭാപ്രസംഗന്റെ പുസ്തകം 2-ാം അധ്യായം 26-ാമത്തെ തിരുവചനം, കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നവർക്ക് അവിടുന്ന് ജ്ഞാനം നൽകുന്നു. നമുക്ക് ആ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സഭാപ്രസംഗൻ 2:26 വലതുകരമുയർത്തി പറയാം. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. സാധിക്കുന്നവർ ഇരുകരങ്ങളും ശിരസിന് മുകളിൽ ഉയർത്തി വീശിക്കൊണ്ട് വചനം പറഞ്ഞ് പഠിക്കട്ടെ. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവർക്കാണ്, കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നവർക്കാണ് ദൈവം ജ്ഞാനം നൽകുന്നത്, അറിവ് നൽകുന്നത്, ആനന്ദം നൽകുന്നത്. കൈയടിച്ച് നന്ദി പറയാം. എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ പ്രവേശിക്കേണ്ട ആദ്യത്തെ ജ്ഞാനചിന്ത ഇതാണ്. ഇന്ന് അച്ഛന് നിങ്ങളോട് ഏറ്റവും ആദ്യം പറയാനുള്ള കാര്യം ഇതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്കാണ് ദൈവം ജ്ഞാനം നൽകുന്നത്, അറിവ് നൽകുന്നത്, വിജയം നൽകുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോയേ.  നമുക്കിരിക്കാം. 2 Corinthians 12:8 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 2 Corinthians 12:8
ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു വചനം കൂടെ പറഞ്ഞു പഠിക്കാം. സുഭാഷിതങ്ങൾ 2:6 പറഞ്ഞേ. സുഭാഷിതങ്ങൾ 2:6. കർത്താവ്, കർത്താവ് വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവ് കർത്താവ് ജ്ഞാനം നൽകുന്നു. ജ്ഞാനം നൽകുന്നു. അവിടുത്തെ വചനത്തിൽ നിന്ന് അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും അറിവും വിവേകവും വിവേകവും പുറപ്പെടുന്നു. പുറപ്പെടുന്നു. ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവ് കർത്താവ് ജ്ഞാനം നൽകുന്നു. ജ്ഞാനം നൽകുന്നു. അവിടുത്തെ വചനത്തിൽ നിന്ന് അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും അറിവും വിവേകവും വിവേകവും പുറപ്പെടുന്നു. പുറപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 കുറച്ച് മക്കൾക്ക് ഇരിക്കാൻ കസേരകൾ കിട്ടിയിട്ടില്ല. അച്ഛനെ കാണുന്നുണ്ട്. മക്കള്, നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ഇവിടെ വലതുവശത്തേക്ക് ഈ ഗ്രോട്ടോയുടെ മുമ്പിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. കസേര ഇട്ട് തരും, നിങ്ങൾ വന്നാൽ മതി. മുമ്പിൽ പുറത്ത് ഗേറ്റിന്റെ അവിടെ നിൽക്കുന്ന മക്കൾക്ക് ഇടതുവശത്തേക്ക് വന്നാൽ ഇടതുവശത്ത് കുറച്ച് കസേരകളുണ്ട്, ഇങ്ങോട്ട് വരാവുന്നതാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവ് കർത്താവ് ജ്ഞാനം നൽകുന്നു. ജ്ഞാനം നൽകുന്നു. അവിടുത്തെ വചനത്തിൽ നിന്ന് അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും അറിവും വിവേകവും വിവേകവും പുറപ്പെടുന്നു. പുറപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അറിവ് പുറപ്പെടുന്നത് എവിടെ നിന്നാണ്? കർത്താവിന്റെ വചനത്തിൽ നിന്നാണ്, കർത്താവിന്റെ മുഖത്തു നിന്നാണ്. ആരാണ് ജ്ഞാനം നൽകുന്നത്? കർത്താവാണ് ജ്ഞാനം നൽകുന്നത്. അത് പുറപ്പെടുന്നത് എവിടെ നിന്നാണ്? കർത്താവിന്റെ മുഖത്തിൽ നിന്നാണ്. ആർക്കാണ് കർത്താവ് അത് നൽകുന്നത്? തന്നെ പ്രസാദിപ്പിക്കുന്നവർക്ക്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതെന്ന് അറിഞ്ഞാൽ മതി, ജ്ഞാനം കിട്ടിക്കൊള്ളും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, എങ്ങനെയാണ് അങ്ങയെ പ്രസാദിപ്പിക്കേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ, എങ്ങനെയാണ് അങ്ങയെ പ്രസാദിപ്പിക്കേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ, എങ്ങനെയാണ് അങ്ങയെ പ്രസാദിപ്പിക്കേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 2:3 മറ്റൊരു വചനം നമ്മൾ പറഞ്ഞു പഠിക്കാൻ പോവാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ യേശുക്രിസ്തുവിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട്, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ യേശുക്രിസ്തുവിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. കൊളോസ്സസ് 2:3 ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ യേശുക്രിസ്തുവിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ജ്ഞാനത്തിന്റെ നിധി വേണ്ടവർ, അറിവിന്റെ നിധി വേണ്ടവർ എവിടെ അന്വേഷിക്കണം? ഈശോയിൽ അന്വേഷിക്കണം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, നിധി കിട്ടണമെങ്കിൽ നമുക്കിഷ്ടമുള്ളിടത്ത് അന്വേഷിച്ചാൽ പോരാ, ആ നിധി ഒളിഞ്ഞു കിടക്കുന്നിടത്ത് അന്വേഷിക്കണം. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം എവിടെയാണ്? യേശു ക്രിസ്തുവാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. സുഭാഷിതങ്ങൾ 1:7 പറഞ്ഞേ. സുഭാഷിതങ്ങൾ 1:7 വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ദൈവഭക്തിയാണ് അറിവിന്റെ ഉറവിടം. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ദൈവഭക്തിയാണ് അറിവിന്റെ ഉറവിടം. ആത്മാർത്ഥമായിട്ട് ആ ബോധ്യത്തോടെ പറയാം, ദൈവഭക്തിയാണ് അറിവിന്റെ ഉറവിടം. അപ്പോൾ ഒരു മനുഷ്യന് അറിവ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ദൈവഭക്തി വേണം. ഹല്ലേലൂയ. എങ്ങനെയാണ് നമുക്ക് ദൈവഭക്തി, നമ്മുടെ ദൈവഭക്തി എങ്ങനെയാണ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത്? കർത്താവിന്റെ അടുത്തിരിക്കാനും കർത്താവിനെ ആരാധിക്കാനും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഓടി വരുവാനുമുള്ള ആ മനസ്സിന്റെ ഒരുക്കത്തെയാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ.
പ്രിയപ്പെട്ടവരെ, ആ ദൈവഭക്തി കേവലം പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് കാണിക്കുന്ന പ്രാർത്ഥനയുടെ ശുഷ്കാന്തി മാത്രമല്ല, അത് ജീവിത അവസാനം വരെ സൂക്ഷിക്കേണ്ട ഒരു പുണ്യമാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. കരമടിച്ച് നന്ദി പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവഭക്തിയുള്ള മക്കൾ ഇങ്ങനെ ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ അച്ഛൻ ആദ്യമേ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതിതാണ്, ജീവിത അവസാനം വരെ ഞാൻ ഈശോയോട് ചേർന്ന് ജീവിക്കും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ജീവിത അവസാനം വരെ ഞാൻ ഈശോയോട് വിശ്വസ്തയോടെ ചേർന്ന് ജീവിക്കുമെന്ന് ഉടമ്പടി ചെയ്യുന്നു. ഈശോയല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈശോ മാത്രമാണ് എന്റെ രക്ഷകനും എന്റെ കർത്താവുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരു സാഹചര്യത്തിലും ഈശോയിൽ നിന്ന് ഞാൻ അകന്നു പോവുകയില്ല എന്ന് ഉടമ്പടി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. ദൈവഭക്തിയുള്ളവർ ഒരു കാലത്തും അവിടത്തെ സന്നിധിയിൽ നിന്ന് അകന്നു പോവുകയില്ല. അതുകൊണ്ട് അച്ഛനെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളും ഒരു പ്രതിജ്ഞയെടുത്ത് പ്രാർത്ഥിക്കുക. അതായത് ദിവ്യബലിയിൽ പങ്കെടുക്കാൻ, എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുകയും അതിന് സാധ്യത കണ്ടുപിടിക്കുകയും ചെയ്യുക. എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാനായിട്ട്, ഇന്നും നാളെയും മാത്രമല്ല, പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയം വരെ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുക. എല്ലാ ദിവസവും ജപമാല ചൊല്ലാൻ തീരുമാനിക്കുക. എല്ലാ ദിവസവും വചനം വായിക്കാൻ തീരുമാനിക്കുക. അങ്ങനെ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ എല്ലാ ദിവസവും ഒരു 101 പ്രാവശ്യം ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുക. അങ്ങനെ ഈശോയോട് ചേർന്ന് നിൽക്കുക. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായിട്ട് കുഞ്ഞുമക്കൾ ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കട്ടെ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഈശോയെ, എന്റെ സർവ്വ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഉടമ്പടി ചെയ്യുന്നു. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട്, ഈശോയെ, എന്റെ സർവ്വ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഞാൻ ഉടമ്പടി ചെയ്യുന്നു. എന്റെ സമയവും എന്റെ സമ്പത്തും എന്റെ ആരോഗ്യവും എന്റെ സ്ഥാനമാനങ്ങളും എനിക്കുള്ള സർവ്വതും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവാരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തിയുള്ളവർ എന്തു ചെയ്യും? തങ്ങളുടെ ജീവിതത്തിന്റെ സമയവും സൗന്ദര്യവും സമ്പത്തുമെല്ലാം ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി, ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും. അതാണ് ദൈവഭക്തിയുടെ രണ്ടാമത്തെ അടയാളം. ഉച്ചത്തിൽ വിളിക്കാം, ഹൃദയം തുറന്ന് ചങ്കുപൊട്ടി വിളിക്കാം. ഇരുകരങ്ങളും ഉയർത്തി സ്വർഗത്തോള ശിരസിന് മുകളിൽ നിങ്ങളെ ദൈവം എത്രമാത്രം ഉയർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത്രമാത്രം നിങ്ങൾ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിക്കട്ടെ. മടികൂടാതെ കരമുയർത്തി സ്വരത്തിൽ വിളിക്കട്ടെ. യേശുനാമം വിളിക്കുന്നതിന് മടി കൊണ്ടുവരുന്ന പൈശാചിക രൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിളിക്കട്ടെ. അലസതയുടെ ദുർഭൂതങ്ങളെ ബന്ധിക്കുന്നു. വിശ്വാസരാഹിത്യത്തിന്റെ ദുർഭൂതങ്ങളെ ബന്ധിക്കുന്നു. തിന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടുകാരുടെ സ്വാധീനങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. അസ്വസ്ഥപ്പെടുത്തുന്ന നിരാശയുടെ ചിന്തകൾ കൊണ്ടുവരുന്ന പൈശാചിക രൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. തെറ്റായ പ്രണയബന്ധങ്ങളുടെ ദുഷ്ടാരൂപികളെ ബന്ധിക്കുന്നു. കലഹത്തിന്റെയും കോപത്തിന്റെയും ദുർഭൂതങ്ങളെ ബന്ധിക്കുന്നു. അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകളെ ബന്ധിക്കുന്നു. ദൈവീകമായി ചിന്തിക്കാൻ സാധിക്കട്ടെ.
എന്നെ ശക്തിപ്പെടുത്തുന്ന എന്റെ ഈശോ എന്റെ കൂടെ ഉണ്ടെന്ന ബോധ്യത്തോടെ വിളിക്കട്ടെ. ഈശോയോടുകൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന ആത്മബോധ്യത്തോടെ വിളിക്കട്ടെ. കണ്ണുകൾ അടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് കുഞ്ഞുമക്കൾ കർത്താവിന്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. യാക്കോബ് ശ്ലീഹ എഴുതുകയാണ്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അത് അവന് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് കർത്താവ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അവൾക്ക് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച ഒരു നിമിഷം, ചില സബ്ജക്റ്റുകൾ വളരെ പ്രയാസമായിട്ടുള്ള ചില മക്കളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിൽ ചിന്തിക്കുക. വചനത്തിന്റെ അഭിഷേകത്തോടുകൂടെ, യാക്കോബ് 1:5 അഭിഷേകത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈശോയെ, എനിക്ക് പഠിക്കാൻ പ്രയാസമുള്ള ഈ വിഷയം പഠിപ്പിച്ച അധ്യാപകനെ ഞാൻ സമർപ്പിക്കുന്നു. എനിക്ക് പഠിക്കാൻ വിഷമമുള്ള ഈ വിഷയത്തിന്റെ ടെക്സ്റ്റ് ബുക്കിനെ സമർപ്പിച്ച്, അതിന്റെ നോട്ടുകൾ എഴുതിയിട്ടുള്ള നോട്ട് ബുക്കിനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പരീക്ഷയെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ കുറവ് നീ നിറവാക്കി മാറ്റണമേ. എന്റെ ബലഹീനതയിൽ നിന്റെ അപരിമേയമായ ശക്തി നീ വെളിപ്പെടുത്തണമേ. എനിക്ക് കുറവുള്ള ജ്ഞാനം നീ അധികമായി പ്രദാനം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്ക് പഠിക്കാൻ പ്രയാസമുള്ള വിഷയങ്ങൾ എളുപ്പമുള്ളതായിട്ട് മാറട്ടെ. മുഴുവൻ മാർക്കോടുകൂടെ ഇവർ എഴുതുന്ന എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം നേടാൻ, അഭിമാനാർഹമായ വിജയം നേടാൻ ഇവർക്ക് കൃപ നൽകണമേ. ഇവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം കൃത്യമായി എഴുതി, മുഴുവൻ ഉത്തരം എഴുതി ആ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഇവർ ഉപയോഗിക്കുന്ന പേനകളെയും ഇവർ പഠിക്കുന്ന പുസ്തകങ്ങളെയും ഇവർ പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ടൂൾസിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷേകം പെരുമഴ പോലെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഇവരുടെ പഠനോപകരണങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഇവർ പരീക്ഷ എഴുതാൻ പോകുന്ന ആ ഹാളുകൾ, എക്സാമിനേഷൻ ഹാൾസ്, ഇവരുടെ ഹാൾ ടിക്കറ്റുകൾ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പരീക്ഷയുടെ ദിവസങ്ങൾ, ആ ദിവസങ്ങളിലുള്ള കാലാവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമിതമായ ചൂടിനെ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവരുടെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷാ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഉണ്ടാകാനിടയുള്ള ശാരീരിക അസ്വസ്ഥതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബന്ധനങ്ങൾ അഴിയട്ടെ, വിട്ടുകൾ പൊട്ടട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈ മക്കളെ കുറിച്ചുള്ള ഇവരുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം. പഠിക്കാനായി ഒത്തിരിയേറെ പ്രയാസപ്പെടുന്ന മക്കള്, കുടുംബത്തിൽ പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്ത മക്കള്, അനുകൂലമായ സാഹചര്യങ്ങള് ഭവനത്തിൽ ഇല്ലാത്ത മക്കള് സമർപ്പിക്കുന്നു. കർത്താവേ, കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ. കലുഷിതമായ കുടുംബാന്തരീക്ഷങ്ങള്, സമാധാനമില്ലാത്ത കുടുംബങ്ങള്, കർത്താവേ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. ഈ കുഞ്ഞു മക്കൾക്ക് ഏകാഗ്രതയോടെ, ഭക്തിയോടെ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് പഠിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ലോകത്തിന്റെ അരൂപികളെ ബന്ധിക്കുന്നു. വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു, ശാസിക്കുന്നു. സ്തുതിക്കുന്നു. കർത്താവേ, പഠന വൈകല്യമുള്ള മക്കളെ ഈ കൂട്ടത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നു. പഠന വൈകല്യമുള്ള, ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള മക്കള്, സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതുന്ന മക്കള്, കർത്താവേ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ.
ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കള് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചത് ഓർത്തിരിക്കാൻ പ്രയാസമുള്ള മക്കള് കർത്താവെ സമർപ്പിക്കുന്നു. പഠിച്ചത് അല്പസമയം കഴിയുമ്പോൾ തന്നെ ഇത് മറന്നുപോകുന്നു. അറിയാവുന്ന ഉത്തരങ്ങള് പരീക്ഷ എഴുതാനിരിക്കുമ്പോ ഓർമ്മ കിട്ടാതെ വിഷമിക്കുന്നവര്, കൈക്ക് ആവശ്യത്തിന് വേഗത എല്ലാ ഉത്തരങ്ങൾ അറിയാമെങ്കിലും വേഗത കിട്ടുന്നില്ല, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഇല്ലാത്തത് മൂലം വിഷമിക്കുന്ന മക്കള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത രോഗപീഠകള്, ഹല്ലേലൂയ, പനിയും ചുമയും ജലദോഷവും ഒക്കെ ആയിട്ട് വിട്ടുമാറാത്ത രോഗപീഠകൾ ഉള്ളത് കൊണ്ട് പഠിക്കാൻ പ്രയാസമുള്ള മക്കള്, അല്പസമയം ഇരിക്കുമ്പോൾ തന്നെ ക്ഷീണം വരുന്ന മക്കള്, ഹല്ലേലൂയ, കാഴ്ചക്കുറവുള്ള മക്കള്, സ്പെക്സ് ഉപയോഗിക്കുന്ന മക്കള്, ഹല്ലേലൂയ, കർത്താവേ കരുണ വർഷിക്കണമേ, ശക്തിപ്പെടുത്തണമേ. പരീക്ഷകൾ എഴുതുമ്പോ കൈവേർക്കുന്ന പ്രയാസമുള്ള മക്കള് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കർത്താവേ അങ്ങയുടെ കരുണ മക്കളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം അത് ശുദ്ധമാണല്ലോ. ഉന്നതത്തിൽ നിന്നുള്ള സമാധാനപൂർണമായ ജ്ഞാനം, വിനീതവും വിധേയത്വവുമുള്ള ജ്ഞാനം, കരുണയും സത്ഫലങ്ങളും നിറഞ്ഞതുമായ ജ്ഞാനം കർത്താവേ അങ്ങയുടെ മക്കളിലേക്ക് ഇപ്പോൾ അയക്കണമേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ജ്ഞാനത്തിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, അറിവിന്റെ ആത്മാവ്, വിജയത്തിന്റെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ് ഇതാ ദൈവ മക്കളിലേക്ക് പെരുമഴ പോലെ പെയ്തിറങ്ങുന്നൊരു സമയം. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയേ കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ദൈവമക്കള് പ്രാർത്ഥിക്കട്ടെ. 3000-ഓളം കുഞ്ഞുമക്കള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഇപ്പോൾ അത്ഭുതകരമായി ഒഴുകിയിറങ്ങാനായിട്ട് പോവാണ്. കർത്താവ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുക. അച്ഛൻ നിങ്ങളോട് വീണ്ടും പറയട്ടെ, നിങ്ങളുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് വന്ന് പുതിയ കോഴ്സ് ആരംഭിക്കുന്നത് വരെ +2 വിദ്യാർത്ഥികളാണെങ്കിൽ ഏകദേശം 21 ആഴ്ചകൾ നിങ്ങൾക്ക് അതിനിടയിൽ കിട്ടും. 10ാം ക്ലാസ്സിലുള്ളവരാണെങ്കിൽ ഒരു 15 ആഴ്ചകൾ നിങ്ങൾക്ക് അതിനിടയിൽ കിട്ടും. ഈ 15 ആഴ്ചകളും 21 ആഴ്ചകളും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഈ ആലയത്തിൽ വന്ന് ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മറ്റുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് എങ്ങനെയായാലും ഒരു 8 വ്യാഴാഴ്ചകളോളം 2 മാസത്തോളം അവധിയുള്ള കുഞ്ഞുമക്കളുണ്ട്. നിങ്ങൾക്ക് ഒരു 8-9 വ്യാഴാഴ്ചത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിച്ച് നേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരും. കർത്താവിന്റെ ശക്തമായ ഒരു കൃപ, കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് കർത്താവിന് നന്ദി പറയുക എന്നുള്ളത്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് കർത്താവിന് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ള ഒരു ദിവസമാണ് ഏപ്രിൽ 10-ാം തീയതി വ്യാഴാഴ്ച. പരീക്ഷകൾ നന്നായി എഴുതാൻ കഴിഞ്ഞതിന് നിങ്ങളെല്ലാവരും വീണ്ടും ഈ ആലയത്തിൽ വരികയും എഴുതാൻ കഴിഞ്ഞതിന് നന്ദി പ്രകാശിപ്പിച്ച് നമ്മൾ കർത്താവിന് നന്ദി പറയുകയും ചെയ്യും. അതിനുശേഷം റിസൾട്ടിന് ശേഷം എന്നാണ് റിസൾട്ട് വരുന്നതെന്നൊക്കെ നോക്കിയിട്ട് നല്ല റിസൾട്ടിനെ ഓർത്ത് നന്ദി പറയുന്നതിന് മറ്റൊരു ദിവസം കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. അത് പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഏപ്രിൽ 10-ാം തീയതി പരീക്ഷകൾ നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് നമ്മൾ കർത്താവിനെ ആരാധിക്കും. വ്യാഴാഴ്ച ദിവസം നിങ്ങൾ എല്ലാവരെയും അന്ന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുക. നമുക്ക് ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനാൽ, യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്താലെ, യേശുവിന്റെ ആത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ, ജീവജലത്തിന്റെ അരുവികളായി ഞങ്ങളിൽ ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുമക്കൾ ഒരു കാര്യം മനസ്സിൽ വെക്കണം, ദൈവം നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ദൈവത്തെ ആരാധിക്കാനാണ്. നമ്മൾ പരീക്ഷ എഴുതുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. നമ്മൾ പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ ആരാധിക്കാത്ത ജീവിതം പാഴായി പോയ ജീവിതമാണ്. ദൈവത്തെ സ്നേഹിക്കാത്ത മനുഷ്യൻ പാഴായി പോയ
മരം പോലെയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താതെ ജീവിക്കുന്ന മനുഷ്യൻ അത് അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ജീവിതം സഫലമാകുന്നത്, ഫലപൂർണമാകുന്നത്. നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്. കൂടുതൽ ദൈവത്തെ ആരാധിക്കുന്നവർ കൂടുതൽ കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നു. അവർക്ക് കൂടുതൽ ജ്ഞാനം ലഭിക്കുന്നു, കൂടുതൽ അറിവ് ലഭിക്കുന്നു, അവർക്ക് കൂടുതൽ ഐശ്വര്യമുണ്ടാകുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ആവിലായിൽ വരുന്ന എല്ലാവർക്കും നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ ഏറ്റുചൊല്ലിയത്. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ഇപ്പോൾ തന്നെ 33 പ്രാവശ്യം ചൊല്ലുന്നവര് ഒന്ന് കരമുയർത്താവോ? അനേകായിരം മക്കളുണ്ടെന്ന് കാണുന്നതിൽ സന്തോഷം. ഈ പ്രാർത്ഥന കാർഡ് ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്റ്റാളിൽ നിന്ന് സൗജന്യമായി ശുശ്രൂഷകൾക്ക് ശേഷം നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും നിങ്ങൾ നേരുക. ഒരു 100 ദിവസം ഈ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലാനും 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനും തീരുമാനിക്കുക. വീട്ടിൽ ജപമാല ചൊല്ലുന്നവർ ഓരോ രഹസ്യം ചൊല്ലുന്നതിന്റെ കൂടെ 21 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. സന്ധ്യക്ക് വിളക്ക് വെക്കുന്ന മക്കൾ വിളക്ക് വെക്കുമ്പോൾ ഈ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലി 101 പ്രാവശ്യം ഈശോയെ എന്ന് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് അത് നിങ്ങൾക്ക് വലിയൊരു അഭിഷേകമാക്കി മാറ്റും. അതുപോലെ എല്ലാ ദിവസവും രാത്രി 9 മണിക്കുള്ള ശുഭരാത്രി വചന ശുശ്രൂഷയിൽ ഓൺലൈനിലായിട്ട് പങ്കെടുക്കുക. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ഇരുകരങ്ങളും ശിരസിന് മുകളിൽ ഉയർത്തി അനുഗ്രഹം പ്രാപിക്കാൻ, അഭിഷേകം പ്രാപിക്കാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, ഉന്നതമായ വിജയം നേടാൻ നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അത്രമാത്രം അതരം തുറന്ന് ചങ്കുപൊട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിക്കട്ടെ. പോരാ പോരാ. ഈശോയേ, 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 ഈശോയേ. നമുക്ക് എഴുന്നേറ്റ് നൽകാം. യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി, യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്താലെ യേശുവിന്റെ ആത്മാവേ നീ എന്നിൽ നിറയണമേ, ജീവജലത്തിന്റെ അരുവികളായി എന്നിൽ ഒഴുകണമേ എന്ന് ഭക്തിയോടെ, വിശ്വാസത്തോടെ, ആവേശത്തോടെ പാടി പ്രാർത്ഥിക്കാം. ഇരുവശങ്ങളിലേക്കും കരമടിച്ച യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനാ, യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്താലേ, യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനാൽ, യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്താലേ, യേശുവിന്റെ ആത്മാവേ നീ എന്നിൽ നിറയണമേ, ജീവജലത്തിനരുവികളായി എന്നിൽ ഒഴുകണമേ. യേശുവിന്റെ ആത്മാവേ നീ എന്നിൽ നിറയണമേ, ജീവജലത്തിനരുവികളായി എന്നിൽ ഒഴുകണമേ. യേശുവിന്റെ ആത്മാവേ നീ
ജീവജലത്തിൻ അരുവികളാൽ തുള്ളിച്ചാടിപ്പാടാം. യേശുവിന്റെ ആത്മാവേ നീ എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവികളാൽ അഭിഷേകത്തോടെ യേശുവിന്റെ ആത്മാവേ നീ എന്നിൽ നിറയണമേ. കരമേൽക്ക് കരമടിച്ച യേശുവിന്റെ ആത്മാവേ നീ ജീവജലത്തിൻ അരുവികളാൽ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കർത്താവേ, പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവേ വരണമേ. വാഗ്ദാനത്തോടെ കർത്താവേ അങ്ങേ പ്രസാദിപ്പിക്കുന്നവർക്ക് ഹല്ലേലൂയ. കർത്താവേ അങ്ങേ പ്രസാദിപ്പിക്കുന്നവർക്ക് ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ, ആനന്ദം നൽകണമേ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, ഇതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുന്നത് കർത്താവിന് പ്രീതികരമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം വരെ, അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയം മുതൽ ഈ സമയം വരെ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞു വിളിക്കട്ടെ. കാണുന്ന കാഴ്ചകളെ ഓർത്ത് നന്ദി പറയാം. കേൾവി ശക്തിയെ ഓർത്ത് നന്ദി പറയാം. ഗ്രഹണശേഷിയെ ഓർത്ത് നന്ദി പറയാം. ബുദ്ധിശക്തിയെ ഓർത്ത് നന്ദി പറയാം. മനസ്സിനെ ഓർത്ത് നന്ദി പറയാം. ആത്മാവിനെ സമർപ്പിച്ച് നന്ദി പറയാം. മാതാപിതാക്കളെ സമർപ്പിച്ച് നന്ദി പറഞ്ഞു വിളിക്കട്ടെ. നിങ്ങളുടെ അധ്യാപകരെ സമർപ്പിച്ച് നന്ദി പറഞ്ഞു വിളിക്കട്ടെ. നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സമർപ്പിച്ച് നന്ദി പറഞ്ഞു വിളിക്കട്ടെ. സഹപാഠികളെ സമർപ്പിച്ച് നന്ദി പറയട്ടെ. ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അറിവിനെ ഓർത്ത് നന്ദി പറയട്ടെ. കരമടിച്ചോ? ജ്ഞാനത്തിനാത്മാവേ, ആനന്ദത്തിനാത്മാവേ, ആനന്ദത്തിനാത്മാവേ, സ്നേഹത്തിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ. വിജ്ഞാനത്തിനാത്മാവേ, ആനന്ദത്തിനാത്മാവേ, സ്നേഹത്തിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ. ദൈവഭയത്തിനാത്മാവേ, വിമോചനത്തിനാത്മാവേ, സൗഖ്യത്തിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ. വിനയത്തിന്റെ ആത്മാവേ, വിശുദ്ധി നൽകും ആത്മാവേ, ശാന്തിദായകനാത്മാവേ എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ. സുവിശേഷത്തിന് ആനന്ദത്താൽ ദേശം ഉണരട്ടെ. തുള്ളിച്ചാടുപടാം. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ. അഭിഷേകത്തോടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. സുവിശേഷത്തിൽ ആനന്ദത്താൽ ദേശം കരമേർത്ത് കരമടിച്ച് അടയാളങ്ങൾ സംഭവിക്കട്ടെ. ശക്തി ആനന്ദത്താൽ ദേശം അടയാളങ്ങൾ സംഭവിക്കട്ടെ. സുവിശേഷത്തിൽ ആനന്ദത്താൽ ദേശം അടയാളങ്ങൾ സംഭവിക്കട്ടെ. സുവിശേഷത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ.
ദിവ്യകാരുണ്യത്തിൽ നിന്ന് ദൈവത്തെ ഒഴുകട്ടെ. ശ്രദ്ധിക്കുന്ന ആരാധിക്കുന്ന അഭിഷേകത്തിന്റെ തൈലം കർത്താവിന്റെ മക്കളുടെ ശിരസിൽ ശ്രദ്ധിക്കുന്ന ആരാധിക്കുന്ന ഐശാചിക വീടുകൾ വിട്ടുപോകട്ടെ, ശക്തികൾ നിർവീര്യമാകട്ടെ. അനേക മക്കളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. ഹൃദയം തുറന്ന് ശ്രദ്ധിച്ച്, മനസ്സുരുക്കി ശ്രദ്ധിച്ച്, അനേക മക്കളിലേക്ക് ആയിരക്കണക്കിന് ദൈവമക്കളുടെ കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിൽ ഒരു ജ്ഞാനത്തിന്റെ വെളിച്ചം, ഒരു ജ്ഞാനത്തിന്റെ പ്രകാശം. അനേകാവുകൾ സെഹിയോൻ മാളികയിൽ അന്നടിച്ച കൊടുങ്കാറ്റിന്റെ അഭിഷേകം ഇപ്പോൾ ഈ ആലയത്തിൽ ഈ യുവതിയുവാക്കളുടെ മേൽ, ഈ ബാലികാവാലന്മാരുടെ മേൽ താണ്ടിയ നാളുകളിൽ യുവാക്കൾക്ക് ദർശനം വാഗ്ദാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ ഈ മക്കളുടെ മേൽ വർഷിക്കുന്നതിനെ നന്ദി പറയുന്നു. ണമേ, വാടിപ്പോയതിന് അങ്ങുണർത്തണമേ, തണുത്തുപോയതിന് ചൂട് പിടിപ്പിക്കണമേ, നഷ്ടപ്പെട്ടു പോയ വിശ്വാസം തിരികെ നൽകണമേ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ സ്വാധീന വലയത്തിൽ പെട്ടുപോയ കുഞ്ഞുമക്കൾക്ക് വിടുതൽ നൽകണമേ. മൊബൈൽ ഫോണിന്റെയും ടിവിയുടെയും ഒക്കെ അഡിക്ഷനിലുള്ള മക്കൾക്ക് ഇപ്പോൾ വിടുതൽ കിട്ടണേ. ശ്രദ്ധിക്കുന്നു തെറ്റായ കൂട്ടുകെട്ടുകളുടെ ബന്ധനത്തിൽ കഴിയുന്ന മക്കൾക്ക് വിടുതൽ കിട്ടട്ടെ. യേശുനാമത്തിൽ ബന്ധിക്കുന്നു. പൗരോഹിതാഭിഷേകത്തോട് ശാസിക്കുന്നു. ഈശോയുടെ കുരിശുമരണത്തിന്റെ യോഗ്യതകളാൽ പ്രാർത്ഥിക്കുന്നു. ഐശാചിക വീടുകൾ വിട്ടുപോകട്ടെ, നാശത്തിലേക്ക് നയിക്കുന്ന ദുർഭൂതങ്ങൾ വിട്ടുപോകട്ടെ, മരണത്തിലേക്ക് ദുഃഖത്തിലേക്ക് നയിക്കുന്ന ദുർഭൂതങ്ങൾ വിട്ടുപോകട്ടെ, തിന്മയിലേക്ക് നയിക്കുന്ന വൈശാചിക വീടുകൾ കുഞ്ഞുമക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ. സ്തുതിക്കുന്നു. അനുസരണക്കേടിന്റെ ദുർഭൂതങ്ങളെ ശ്വാസിക്കുന്നു. വിധേയത്വത്തിന്റെ ആത്മാവിറങ്ങി വരുന്നു, വിനയത്തിന്റെ ആത്മാവിറങ്ങി വരുന്നു. വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ദുർഭൂതങ്ങളെ ബന്ധിക്കുന്നു. തഴക്കദോഷങ്ങൾ, ലൈംഗിക വൈകൃതങ്ങൾ, തിന്മ കാണാനും പ്രോണോഗ്രാഫി അടക്കമുള്ള വീഡിയോ ഒക്കെ കാണാനുള്ള ശീലങ്ങൾ, ടെൻഡൻസീസിനെ ബന്ധിക്കുന്നു. തിന്മ നിറഞ്ഞ ചിന്തകൾ, ഭയപ്പെടുത്തുന്ന ചിന്തകളെ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. സ്വർഗീയമായ പ്രകാശം കൊണ്ട് നിന്റെ മനസ്സ് വിശുദ്ധീകരിക്കപ്പെടട്ടെ. ശരീരത്തിന്റെ രോഗപീഠകൾ കൊണ്ടുവരുന്ന ദുർഭൂതങ്ങളെ ബന്ധിക്കുന്നു. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ദുർഭൂതങ്ങളെ ബന്ധിക്കുന്നു. ആത്മഫലം ലഭിക്കട്ടെ. കർത്താവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന സ്വർഗീയമായ വെളിപാട് ലഭിക്കട്ടെ. എന്റെ ജീവിതയാത്ര സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ച യാത്രയാണെന്ന ബോധ്യത്തോടെ, എന്റെ ഈ ജീവിതയാത്ര ഒരു തീർത്ഥാടനമാണെന്ന ബോധ്യത്തോടെ, സ്വർഗത്തിലേക്കാണ്, ദൈവത്തിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്, സ്വർഗമാണ് എന്റെ ജീവിത ലക്ഷ്യമെന്ന ബോധ്യത്തോടെ, എനിക്കൊരു വിശുദ്ധനായി തീരണം, വിശുദ്ധയായി തീരണമെന്ന ആഗ്രഹത്തോടെ വിളിക്കട്ടെ. കുഞ്ഞേ, കർത്താവ് നിനക്ക് പരീക്ഷകളിൽ ഉന്നതമായ അഭിമാനാർഹമായ വിജയം നൽകുന്നു, ഉജ്ജ്വലമായ വിജയം നൽകുന്നു. കർത്താവ് നിന്നെ വളർത്തുന്നു, കർത്താവ് നിന്നെ ഉയർത്തുന്നു. എല്ലാ മാലിന്യങ്ങളിൽ നിന്നും അവിടുന്ന് നിന്നെ ഇപ്പോൾ ശുദ്ധീകരിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കർത്താവിന്റെ ആത്മാവ് നിന്നെ വിശുദ്ധീകരിച്ച്, നിന്റെ മനസ്സിനെ വിശുദ്ധീകരിച്ച്, ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന ബോധ്യം,
കർത്താവിന്റെ ജ്ഞാനമാണ്, ഈശോയുടെ ജ്ഞാനമാണ് നിന്നെ പ്രകാശിപ്പിക്കുന്നത്. ഈശോയുടെ ജ്ഞാനം എന്നിൽ നിറയുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു എന്നൊരു പ്രാർത്ഥനാ മന്ത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി സ്വന്തമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങളുടെ പഠനമുറിയിലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴെല്ലാം ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലുക. ഈശോയുടെ ജ്ഞാനം എന്നിൽ നിറയുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. ഈശോയുടെ വലത് ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഈശോയുടെ ജ്ഞാനം എന്നിൽ നിറയുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു, ഈശോയുടെ ജ്ഞാനം എന്നിൽ നിറയുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു, ഈശോയുടെ ജ്ഞാനം എന്നിൽ നിറയുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കുപ്പി കുഞ്ഞുമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇന്ന് സമാപന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് ശേഷം നിങ്ങൾ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി കുരിശടിയിൽ നിന്ന് ആ പ്രാർത്ഥനാ നിയോഗങ്ങൾ കയ്യിൽ പിടിച്ച് മുട്ടയിൽ വലിഞ്ഞതിന് ശേഷം ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തോട് ചേർത്ത് എഴുതി കെട്ടിയിടാവുന്നതാണ്. ഓരോ വ്യാഴാഴ്ചയിലും നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ശിരസ്, നിങ്ങളുടെ എല്ലാവരുടെയും പഠനോപകരണങ്ങൾ ഇപ്പോൾ വെഞ്ചിരിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കൈകളിൽ പേനകളോ പുസ്തകങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കയ്യിലെടുത്ത് പിടിക്കുക. ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളത് മനസ്സിൽ ധ്യാനിച്ചാൽ മതി. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് മടങ്ങി പോകുന്നതിന് മുമ്പ് അമ്മ തെരേസ്യയുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച ആവിലയിലെ പേനയോ അമ്മ തെരേസ്യയുടെയും ബന്ധിതനായ ഈശോയുടെയും ഫോട്ടോയൊക്കെ ഉള്ള നോട്ട് ബുക്കോ ആഗ്രഹിക്കുന്നവർക്ക്, നിങ്ങൾക്ക് പഠിക്കാൻ പ്രയാസമുള്ള വിഷയങ്ങൾ, കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നതിനുള്ള നോട്ട് ബുക്കും അതിനുപയോഗിക്കാനുള്ള പേനയും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശുശ്രൂഷകൾക്ക് ശേഷം കളക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്തു പിടിക്കും. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ നിന്നാൽ മതിയാകും. നിങ്ങളുടെ അടുത്തേക്ക് വൈദികർ വന്ന് അത് പുസ്തകങ്ങളുടെ മേലും അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ ഹോളി വാട്ടർ തെളിക്കുമ്പോൾ അത് പുസ്തകങ്ങളുടെ മേലും നിങ്ങളുടെ ശിരസിലൊക്കെ വീഴും. പ്രിയപ്പെട്ടവരെ, അവിലായിലെ അമ്മ ത്രേസ്യ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുജലത്തിന്റെ അഭിഷേകമാണ് ഈ ഹോളി വാട്ടറിന്റെ അഭിഷേകം എന്ന് പറയുന്നത്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയ തിരുജലം അത് വിശുദ്ധമാണ്. ആ തിരുജലം തളിക്കപ്പെടുന്ന ഇടങ്ങളിൽ പിന്നെ പൈശാചിക അരൂപികൾക്ക്, തിന്മയുടെ അരൂപിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. ഇത് ഒരു ബോധ്യമാണ്, ഇതൊരു സത്യമാണ്, ഇതൊരു വിശ്വാസ സത്യമാണ്. അപ്പോൾ നമ്മുടെ ശിരസിലും നമ്മളുടെ കയ്യിലുള്ള പുസ്തകങ്ങളിലും വൈദികർ പൊതുവായിട്ട് അത് തളിക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, അതെല്ലായിടത്തും വീണുകൊള്ളും. അപ്പോ നിങ്ങളുടെ പേനകളൊക്കെ നിങ്ങൾ കയ്യിലെടുത്ത് ഉയർത്തി തുറന്നു പിടിച്ചാൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് കരങ്ങളിൽ ഉള്ളവര് ഇല്ലാത്തവരെല്ലാവരും എഴുന്നേറ്റ് നിന്നോ. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ ജനത്തിന്റെ മേലും അവരുടെ കൈകളിലുള്ള വസ്തുക്കളുടെ എല്ലാവരും ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ്. അൾത്താരയിലുള്ള എല്ലാ വൈദികരും ഇരുകരങ്ങളും ജനത്തിന്റെ നേരെ നീട്ടിപ്പിടിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങേ തിരുക്കുമാരന്റെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയ തിരുജലത്തിന്റെ അഭിഷേകം നൽകി ഇവരുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധീകരിക്കണമേ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ ഈ മക്കളുടെ കൈകളിലുള്ള അവരുടെ പാഠപുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ, അവരുടെ പേനകൾ, പെൻസിലുകൾ, പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ടൂൾസ്, അവരുടെ ഹാൾ ടിക്കറ്റുകൾ, ബാഗുകൾ, അങ്ങനെ എല്ലാം ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ള വിശുദ്ധ വസ്തുക്കൾ, ജപമാലകൾ, കുരിശുരൂപങ്ങൾ എല്ലാം അങ്ങ് ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. തിന്മയുടെ അരൂപികൾ വിട്ടുപോകട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ. ഇവരുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കയ്യിലുള്ളത് അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ ദാനമാണെന്ന ബോധ്യത്തോടുകൂടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം, 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 പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം, യേശുവിന്റെ ആത്മാവാൽ അഭിഷേകം എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ശിരസിൽ വെള്ളം തെളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഹൃദയം തുറന്ന് വിളിക്കട്ടെ, മനസ്സൊരുക്കി വിളിക്കട്ടെ. യേശുവിന്റെ നാമത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിച്ചു വിളിക്കട്ടെ.
അഭിഷേകം പെരുമഴ പോലെ പെയ്തിറങ്ങട്ടെ. സർവശക്തിയോടും കൂടെ ദാഹത്തോടെ വിളിക്കട്ടെ. ഈശോയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ, തിരുജലത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കളുടെ ശരീരവും മനസ്സും ആത്മാവും തിരുരക്തക്കടലിൽ മുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യക്കടലിൽ മുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച അഭിഷേകം. ഹല്ലേലൂയ, കാലുകൾ മാറ്റി ചവിട്ടിയ അഭിഷേകത്തോടെ കരമടിച്ച് സ്തുതിച്ച് തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്തക്കോട്ട കെട്ടി കാക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ. കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്തക്കോട്ട കെട്ടി കാക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്തക്കോട്ട കെട്ടി കാക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്തക്കോട്ട കെട്ടി കാക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. കരങ്ങൾ ഉയർത്തി. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. 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 സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പഠനോപകരണങ്ങൾ താഴ്ത്തു വയ്ക്കാവുന്നതാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളുടെ ഹല്ലേലൂയ ശരീരവും മനസ്സും ആത്മാവും തിരുരക്തക്കടലിൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഇവർ പഠിക്കാനിരിക്കുന്ന സ്ഥലങ്ങൾ, ഇവരുടെ ഭവനത്തിൽ നിന്ന് വിദ്യാലയങ്ങളിലേക്കും വിദ്യാലയങ്ങളിൽ നിന്ന് തിരിച്ച് ഭവനത്തിലേക്കുമുള്ള യാത്രകൾ, ഇവർ ഇടപഴകുന്ന വ്യക്തികൾ, കണ്ടുമുട്ടുന്നവർ, ഇവരുടെ സഹപാഠികൾ, അധ്യാപകർ, തിരുരക്തക്കടലിൽ മുക്കണമേ. ഒരു തിന്മയും കാണാതെ കാക്കണമേ. പാപത്തിലേക്ക്, പാപ സാഹചര്യങ്ങളിലേക്ക് വീണു പോകാനിടയുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലഹരി ഉപയോഗിക്കുന്നതിന് ആകർഷിക്കുന്ന കൂട്ടുകാരുടെ കൂട്ടുവലയങ്ങളെ ബന്ധിക്കുന്നു. ഹല്ലേലൂയ. തിന്മ നിറഞ്ഞ കാഴ്ചകളിലേക്ക് പ്രലോഭിപ്പിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളെ ബന്ധിക്കുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനാരോഗ്യകരമായ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കട്ടെ. ഈശോയേ, സർവശക്തിയോടും കൂടെ വിളിക്കട്ടെ, സർവ കഴിവുകളോടും കൂടെ വിളിക്കട്ടെ. വിശുദ്ധീകരണത്തിന്റെ ആത്മാവേ ഇറങ്ങി വരണമേ. തിരുരക്തത്തിന്റെ അഭിഷേകം നൽകണമേ. പാപമാലിന്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ.
കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, വളരെ സുപ്രധാനമായ ഒരു ശുശ്രൂഷയിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശിരസിൽ വൈദികർ തൈലാഭിഷേകം നൽകി പ്രാർത്ഥിക്കുക. അഭിഷേകം ചെയ്യപ്പെടുന്നതിനുള്ള ഈ തൈലം, അത് ആശീർവദിക്കപ്പെട്ട ഈ തൈലം, പ്രിയപ്പെട്ടവരെ, അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ പ്രതീകമാണ്. നിങ്ങളുടെ നെറ്റിത്തടങ്ങൾ ഈ തൈലം കൊണ്ട് പുരോഹിതർ കുരിശിന്റെ മുദ്ര പതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോകുന്നു എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രകാശം നിങ്ങളുടെ ബുദ്ധിയിലേക്ക്, ചിന്തയിലേക്ക് കടന്നു വരികയാണ്. ദാഹത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന, ചിന്തകളെ പ്രകാശിപ്പിക്കുന്ന ആത്മാവിനെ പ്രദാനം ചെയ്യുന്ന ഒരു സമയമാണ്. എല്ലാവരും ഇപ്പോൾ അൾത്താരയിലേക്ക് കരം നീട്ടി, വലത് കരം നീട്ടി, ഇവിടെ ആശീർവാദിക്കപ്പെടുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഈ തൈലത്തെ സമർപ്പിച്ചും പുരോഹിതരെ സമർപ്പിച്ചും 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ കാരുണ്യവാനായ മക്കളുടെ മേൽ അഭിഷേകം ചെയ്യപ്പെടുന്നതിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ഒഴുകട്ടെ. ഈശോയേ, 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 ഈശോയേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി കുഞ്ഞുമക്കൾ നേരത്തെ നിന്നതുപോലെ ഇരുവശങ്ങളിലും വൈദികർക്ക് കടന്നു വരുന്നതിന്, നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്ന നിങ്ങളുടെ ശിരസിൽ അടുക്ക് വഴിയിട്ട് ഇരുവശങ്ങളിലും നിങ്ങളുടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ അടുത്തേക്ക്, ഓരോരുത്തരുടെ അടുത്തേക്ക് ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് നിൽക്കാറുള്ളത് പോലെ, ദിവ്യകാരുണ്യ സ്വീകരണത്തിന് നിൽക്കാറുള്ളത് പോലെ നിങ്ങൾക്ക് നിൽക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ശിരസിൽ കൈവച്ച് തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് സൗകര്യം നോക്കി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ മുട്ടുകുത്തുകയോ അതിന് ഇരിക്കുകയോ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇരിക്കുകയോ മുട്ടുകുത്തുകയോ ചെയ്യാവുന്നതാണ്. ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യരുത്, അവിടെ തന്നെ ആയിരിക്കണം. ഒന്നില്ലെങ്കിൽ ഇരിക്കാം, മുട്ടുകുത്താം, അവിടെ തന്നെ നിൽക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കർത്താവേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിൽ ഈശോ മിശിഹാ ചിന്തിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുരിശിൽ ഈശോ മിശിഹാ ചിന്തിയ തിരുരക്തത്തിന് അഭിഷേകം, 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 വിടുതൽ നേടാൻ വിലയായി നൽകിയ 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 തിരുരക്തത്തിന് അഭിഷേകം. ആത്മാവിൽ പുതുജീവൻ നൽകും തിരുരക്തത്തിന് അഭിഷേകം, 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 തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം. കരമൊഴി കരമടിച്ച് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം. പടം തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന്
കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്തക്കോട്ട കെട്ടി കാക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ. കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്തക്കോട്ട കെട്ടി കാക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 വിജയത്തിന് അഭിഷേകം, ഇത് അറിവിന് അഭിഷേകം, ജ്ഞാനത്തിന് അഭിഷേകം, ഇത് അറിവിന് അഭിഷേകം. പടാ, ജ്ഞാനത്തിന് അഭിഷേകം, ഇത് അറിവിന് അഭിഷേകം, വിജയത്തിന് അഭിഷേകം, ഇത് വളർച്ചതന്നെ അഭിഷേകം. വിജയത്തിന് അഭിഷേകം, ഇത് അറിവിന്, വിജയത്തിന് അഭിഷേകം, ഇത് വളർച്ചതന്നെ അഭിഷേകം. കരമെടുത്ത് കരമെടുത്ത്. വിജയത്തിന് അഭിഷേകം, ഇത് വളർച്ചതന്നെ അഭിഷേകം. ജ്ഞാനത്തിന് അഭിഷേകം, ഇത് അറിവിന് അഭിഷേകം. ജ്ഞാനത്തിന് അഭിഷേകം, ഇത് അറിവിന് അഭിഷേകം. വിജയത്തിന് അഭിഷേകം, ഇത് വളർച്ചതന്നെ അഭിഷേകം. വിജയത്തിന് അഭിഷേകം, ഇത് വളർച്ചതന്നെ അഭിഷേകം. വിനയത്തിന് അഭിഷേകം, ഇത് വിശുദ്ധിതന്നെ അഭിഷേകം. വിനയത്തിന് അഭിഷേകം, ഇത് വിശുദ്ധിതന്നെ അഭിഷേകം. സ്നേഹത്തിന് അഭിഷേകം, ഇത് ആനന്ദത്തിന് അഭിഷേകം. സ്നേഹത്തിന് അഭിഷേകം, ഇത് ആനന്ദത്തിന് അഭിഷേകം. ഹല്ലേലൂയ, അഭിഷേകം, തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, തുതിക്കുന്നു, ആരാധിക്കുന്നു. ബന്ധനങ്ങൾ എഴുതട്ടെ, വിടുതൽ നേടട്ടെ. തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, കരങ്ങൾ ശിരസ്സിന് മുകളിൽ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന, മടികൂടാതെ മടുപ്പുകൂടാതെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, തുതിക്കുന്നു, ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ ദൈനന്യം, ഒരു വിടുതൽ, ഒരു പുതിയ വരത്തിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നവരുടെ ഓൺലൈനിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ കർത്താവിന്റെ കൃപയൊഴുകുന്നു. ഇവ ശക്തി വ്യാപരിക്കുന്നു, ഇവ ചൈതന്യം വ്യാപരിക്കുന്നു. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ശ്രുതിയുടെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം.
അഭിഷേകം 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 പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം യേശുവിന്റെ ആത്മാവാൽ അഭിഷേകം യേശുവിന്റെ ആത്മാവാൽ അഭിഷേകം യേശുവിന്റെ ആത്മാവാൽ അഭിഷേകം യേശുവിന്റെ ആത്മാവാൽ അഭിഷേകം ജ്ഞാനത്തിന്റെ അഭിഷേകം ഇത് അറിവിന്റെ അഭിഷേകം ഇത് അറിവിന്റെ അഭിഷേകം വിജയത്തിന്റെ അഭിഷേകം ഇത് വളർച്ചയുടെ അഭിഷേകം വിജയത്തിന്റെ അഭിഷേകം ഇത് വളർച്ചയുടെ അഭിഷേകം ജ്ഞാനത്തിന്റെ അഭിഷേകം ഇത് അറിവിന്റെ അഭിഷേകം ജ്ഞാനത്തിന്റെ അഭിഷേകം ഇത് അറിവിന്റെ അഭിഷേകം വിജയത്തിന്റെ അഭിഷേകം ഇത് വളർച്ചയുടെ അഭിഷേകം വിജയത്തിന്റെ അഭിഷേകം ഇത് വളർച്ചയുടെ അഭിഷേകം വിളിക്കാം ഈശോയെ സന്തോഷി വിളിക്കട്ടെ പരീക്ഷകളെ സമർപ്പിച്ച് വിളിക്കട്ടെ പ്രയാസമുള്ള വിഷയങ്ങളെ സമർപ്പിച്ച് വിളിക്കട്ടെ ഉന്നതമായ വിജയം ലഭിക്കട്ടെ അഭിമാനാർഹമായ വിജയം ലഭിക്കട്ടെ ഉജ്ജ്വലമായ വിജയം ലഭിക്കട്ടെ ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ തിന്മയുടെ രൂപികൾ വിട്ടുപോകട്ടെ ഹല്ലേലൂയ വിവേകമില്ലാത്ത പ്രവർത്തികളിലേക്ക് നയിക്കുന്ന ബുദ്ധിശൂന്യതയുടെ ദുർബോധങ്ങളെ ബന്ധിക്കുന്നു വിവേകരാഹിത്യത്തിന്റെ പ്രവർത്തികളിലേക്ക് നയിക്കുന്ന ദുർബോധങ്ങളെ ബന്ധിക്കുന്നു ബുദ്ധിമാന്യമുള്ള സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു അനുസരിക്കാൻ തയ്യാറില്ലാത്ത വികട ബുദ്ധികളുടെ ദുർബോധങ്ങളെ ബന്ധിക്കുന്നു പ്രാർത്ഥിക്കാനുള്ള താല്പര്യമുണ്ടാകട്ടെ ദൈവഭക്തിയുള്ള മനസ്സുണ്ടാകട്ടെ ദൈവാത്മാവ് വന്നിറങ്ങട്ടെ പരിശുദ്ധാത്മായ ആത്മാവ് നിങ്ങളിൽ നിവേശിക്കപ്പെടട്ടെ കരമടിച്ചോ അഭിഷേകം 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 യേശുവിന്റെ നാമത്താൽ അഭിഷേകം 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 യേശുവിന്റെ നാമത്താൽ 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 അഭിഷേകം ജ്ഞാനത്തിന്റെ അഭിഷേകം ഇത് അറിവിന്റെ അഭിഷേകം ജ്ഞാനത്താൽ അഭിഷേകം ഇത് അറിവിന്റെ അഭിഷേകം വിജയത്തിന്റെ അഭിഷേകം ഇത് വളർച്ചയുടെ അഭിഷേകം വിജയത്തിന്റെ അഭിഷേകം ഇത് വളർച്ചയുടെ അഭിഷേകം ജ്ഞാനത്തിന്റെ അഭിഷേകം ഇത് അറിവിന്റെ അഭിഷേകം ജ്ഞാനത്തിന്റെ അഭിഷേകം ഇത് അറിവിന്റെ അഭിഷേകം സ്നേഹത്തിന്റെ അഭിഷേകം ഇത് ആനന്ദത്തിന്റെ അഭിഷേകം സ്നേഹത്തിന്റെ അഭിഷേകം ഇത് ആനന്ദത്തിന്റെ അഭിഷേകം വിനയത്തിന്റെ അഭിഷേകം ഇത് വിശുദ്ധിയുടെ അഭിഷേകം വിനയത്തിന്റെ അഭിഷേകം ഇത് വിശുദ്ധിയുടെ അഭിഷേകം വിളിക്കാൻ ഈശോയെ ഹൃദയം തുറന്ന് വിളിക്കട്ടെ മനസ്സൊരുക്കി വിളിക്കട്ടെ വന്നുപോയ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് വിളിക്കട്ടെ
മാതാപിതാക്കളെ അനുസരിക്കാനുള്ള ഒരു നല്ല മനസ്സോടുകൂടെ വിളിക്കട്ടെ. സഹോദരങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സോടുകൂടെ വിളിക്കട്ടെ. അധ്യാപകരെ ബഹുമാനിക്കാനുള്ള നല്ല മനസ്സോടെ വിളിക്കട്ടെ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആഗ്രഹത്തോടെ വിളിക്കട്ടെ. പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കാനുള്ള ഒരു ദാഹത്തോടെ വിളിക്കട്ടെ. ദൈവരാജ്യത്തിനു വേണ്ടി ജീവിക്കാനുള്ള ആഗ്രഹത്തോടെ വിളിക്കട്ടെ. ഹൃദയൊഴുകിയിറങ്ങട്ടെ. അഭിഷേകത്തിന്റെ പെരുമഴ പെയ്യട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വൈദികർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. ഇനിയും ശിരസിൽ തൈലാഭിഷേകം നടത്താനുള്ളവർ മാത്രം എഴുന്നേറ്റ് നിൽക്കുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. തുടർന്ന് തന്നെ തൈലാഭിഷേക പ്രാർത്ഥന ഇപ്പോൾ തന്നെ നമ്മൾ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിലേക്ക് പ്രവേശിക്കും. പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ എല്ലാവരും ഇരുന്ന് ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ അടുക്കലേക്ക് ദിവ്യകാരുണ്യ പ്രകാശമായി കടന്നു വരുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന്റെ ഒരു അത്ഭുത സമയത്തിലേക്ക്, ഒരു അതിശയ സമയത്തിലേക്ക്, അനുഗ്രഹത്തിന്റെ പെരുമഴയൊഴുകുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 40 മണിക്കൂർ ആരാധനയുടെ എല്ലാ കൃപകളും നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സമയമാണ് ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന്റെ സമയം. ഈശോയുടെ തിരുമുഖത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് പരന്നൊഴുകുന്ന ആ പ്രകാശകിരണങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ദൈവമക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ ഇപ്പോൾ 1000 സൂര്യന്റെ ശോഭയോടുകൂടെ കടന്നു വരുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്, നമ്മുടെ ആത്മാവിലേക്കാണ്, നമ്മുടെ ചിന്തയിലേക്കാണ്, നമ്മുടെ ബുദ്ധിയിലേക്കാണ്. ഈ ബോധ്യത്തോടുകൂടെ നമുക്ക് ദിവ്യകാരുണ്യ അത്ഭുതകരമായ അതിശയകരമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ തൈലാഭിഷേകത്തിന് വേണ്ടി ഇരുവശങ്ങളിലും വഴിയൊരുക്കി കാത്തുനിന്നതുപോലെ തന്നെ നമ്മൾക്ക് കാത്തു നിൽക്കാം. കർത്താവിന്റെ അത്ഭുത പ്രകാശം എഴുന്നേറ്റ് നിൽക്കാം. 1000 സൂര്യന്റെ ശോഭയോടുകൂടെ ദിവ്യകാരുണ്യ ഈശോ കടന്നു വരികയാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഉച്ചത്തിൽ വിളിക്കാം. മനസ്സൊരുക്കി വിളിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ കൺമുൻപിലൂടെ കടന്നു പോകുമ്പോൾ, ഈശോയെ നിന്റെ നിഴലെങ്കിലും, ദിവ്യകാരുണ്യനാഥന്റെ നിഴലെങ്കിലും എന്റെ മേലൊന്ന് വീണാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന്, ഞാൻ അഭിഷേകം പ്രാപിക്കുമെന്ന്, ഞാൻ ജ്ഞാനപൂരിതനാകുമെന്ന്, ഞാൻ അറിവ് കൊണ്ട് നിറയുമെന്ന് ആഗ്രഹിച്ച് ദൈവമക്കള് ഭക്തിയോടുകൂടെ പ്രാർത്ഥിക്കട്ടെ. നമുക്ക് വിശ്വാസമുണ്ട്. നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ ഞങ്ങളുടെ വിശ്വാസക്കുറവ് പരിഹരിച്ചു തരണമേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസക്കുറവ് പരിഹരിച്ചു തരണമേ. ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസക്കുറവ് പരിഹരിച്ചു തരണമേ. ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസക്കുറവ് പരിഹരിച്ചു തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയോട് പറയാനുള്ളത് എന്താണെന്ന് മനസ്സിൽ ധ്യാനിക്കാം. നമുക്ക് ഒത്തിരിയേറെ നിയോഗങ്ങളുണ്ട്. 7 നിയോഗങ്ങൾ പ്രത്യേകമായി ഇപ്പോൾ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് 7 നിയോഗങ്ങൾ ദൈവമക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ.
ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആത്മീകമായ ആവശ്യങ്ങളെ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. എനിക്കൊരു വിശുദ്ധനായി തീരണം, ഒരു വിശുദ്ധയായി തീരണം എന്നത് നിങ്ങളുടെ ഒരു നിയോഗമായിട്ട് മാറട്ടെ. നിരന്തരമായ പ്രാർത്ഥനയിൽ, ദൈവരാജ്യ ശുശ്രൂഷയിൽ എനിക്കൊരു ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകയാകണം എന്നത് ഒരു നിയോഗമായി തീരട്ടെ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരീക്ഷയിൽ മുഴുവൻ മാർക്കോടുകൂടെ പാസ്സാകണമെന്നത് ഒരു നിയോഗമായിട്ട് മാറട്ടെ. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നത് ഒരു നിയോഗമാകട്ടെ. 100 പേരെയെങ്കിലും ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പ്രേക്ഷിതനായി, ഒരു പ്രേക്ഷിതയായി എനിക്ക് മാറണം എന്നത് ഒരു നിയോഗമായി തീരട്ടെ. അനേകായിരം മക്കൾക്ക് വചനം കൊടുക്കുന്ന ഒരു പ്രേക്ഷിതനായ, ഒരു പ്രേക്ഷിതയായി മാറണം എന്നത് സന്യാസ സമർപ്പണത്തിന് വേണ്ടി ഉള്ള ദൈവവിളിക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പൗരോഹിത്യ ദൈവവിളിക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ഗാനമാലപിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയേ, എന്റെ കൂടെ വസിക്കുന്ന തിരുവോസ്തിയായ ഈശോയേ, എന്റെ നാവിലലിയുന്ന തിരുവോസ്തിയായ ഈശോയേ, എന്റെ ഹൃദയ രാജാവായ തിരുവോസ്തിയായ ഈശോയേ, എന്റെ സ്നേഹരാജാവായ തിരുവോസ്തിയായ ഈശോയേ, ജീവിക്കുന്ന ദൈവമായ തിരുവോസ്തിയായ ഈശോയേ, എന്നെ കാണുന്ന തിരുവോസ്തിയായ ഈശോയേ, എന്നെ കേൾക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയേ, എന്റെ ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ ആഴമറിയുന്ന, ആഴമളക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയേ, എന്നെ സുഖപ്പെടുത്തുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയേ, എന്റെ സമാധാനമായ ദിവ്യകാരുണ്യനാഥനായ ഈശോയേ, സ്നേഹരാജാവായ ഈശോയേ,
കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയേ, നീ സംഭ്രമിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട എന്ന് എന്നോട് അരുളി ചെയ്യുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയേ, എനിക്ക് ആത്മധൈര്യം നൽകുന്നവനേ, എല്ലാ ഭയങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയേ, എനിക്ക് വേണ്ടി മുറിയപ്പെട്ട അപ്പമായ ദിവ്യകാരുണ്യനാഥനായ ഈശോയേ, എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തമായ ദിവ്യകാരുണ്യനാഥനായ ഈശോയേ, വീണ്ടും വരാനിരിക്കുന്നവനായവനെ, അനുദിന വൾത്താരയിൽ വരുന്നവനെ, എന്റെ ഹൃദയത്തിൽ അലിയുന്നവനെ, എന്റെ ആശ്വാസകേന്ദ്രമേ, എന്റെ അഭയശിലയേ, എന്റെ ആശ്രയകേന്ദ്രമേ, ഞാൻ കാലുറപ്പിച്ചു നിൽക്കുന്ന ശിലാദുർഗമേ, എന്നെ സംരക്ഷിക്കുന്ന കോട്ടയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നൊഴികൾ കേൾക്കുവാൻ ആദിനും മോഹം, നീ കടന്നു പോകും വഴിയെ ഓടിയെത്തുന്നു ആതുര മനമോടെ കാത്തു നിൽക്കുന്നു. കരങ്ങൾ ഉയർത്തി വീശി യേശുവേ, 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 നീ വന്നിടണേ. യേശുവേ, 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 നീ വസിച്ചിടണേ. തന്റെ ആലയത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവനെ, ഈ പരിശുദ്ധമായ സൗഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നവനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നവനെ, ഞങ്ങളെ വിജയത്തിലെത്തിക്കുന്നവനെ, ഞങ്ങൾക്കെല്ലാം നന്മയാക്കി മാറ്റുന്നവനെ, എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകുന്നവനെ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നവനെ, പാപമാലിന്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവനെ, ശുദ്ധജലം ഞങ്ങളുടെ മേൽ തളിക്കുന്നവനെ, പുതിയ ഹൃദയം നൽകുന്നവനെ, ഞങ്ങളെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധിയേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നവനെ, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്ന മഹത്വമേ, ദൈവീക ചൈതന്യം ഞങ്ങളിൽ നിക്ഷേപിക്കുന്നവനെ, ദൈവത്തിന്റെ ഛായയും സാദൃശ്യവുമായവനെ, മുട്ടുകുത്താം. ഈശോയുടെ ബന്ധനങ്ങളുടെ യോഗ്യതകളാൽ
നമ്മുടെ എല്ലാ ബന്ധനങ്ങളും അഴിയുന്നു എന്ന ബോധ്യത്തോടെ നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും നമ്മൾ ഈ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നീ ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യുമെന്ന്. ലോകത്തിന്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല ജനതകൾക്ക് വേണ്ടിയും എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ഇപ്പോൾ ഇവിടെയും ഓൺലൈനിലുമായി ഈ ആശീർവാദം സ്വീകരിക്കുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും നമ്മൾ ഈ ആശീർവാദം സ്വീകരിക്കുകയാണ്. ഇത് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ദിവ്യകാരുണ്യ മുദ്ര പതിയപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ബന്ധനങ്ങളാലെന്റെ ബന്ധനമഴിയുന്നല്ലോ, നീ ചിന്തിയ ചോരയും നീ ചൂടിയ മുടിയും, നീ ചിന്തിയ ചോരയും നീ ചൂടിയ പാപപരിഹാര വിലയല്ലേ, എൻ പാപപരിഹാര വിലയല്ലേ. സാധിക്കുന്നവരൊക്കെ ശിരസ് തറയിൽ മുട്ടിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും അങ്ങേക്കാരാധന, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും അങ്ങേക്കാരാധന, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കുമുള്ള നേർച്ചക്കഞ്ഞി തയ്യാറാക്കിയിട്ടുണ്ട്. നേർച്ചക്കഞ്ഞി കുടിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേർച്ചക്കഞ്ഞി കുടിച്ചിട്ട് പോകാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും സമയം ദിവ്യകാരുണ്യ ആരാധനയിൽ ഇവിടെ ചെലവഴിക്കാവുന്നതാണ്. മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ എഴുതി കിട്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ വെഞ്ചിരിച്ച എണ്ണയോ ഉപ്പോ തേനോ മറ്റുള്ള സാധനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സ്റ്റോളിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ആലയത്തിൽ വളരെ സുസ്ഥിരമായ ശുശ്രൂഷ ചെയ്യുന്ന വാഴ്വേലി ജോസേട്ടന്റെ പ്രിയപ്പെട്ട അമ്മച്ചി മരണമടഞ്ഞു. ആ അമ്മച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സാധിക്കുന്നവർ മുട്ടുകുത്തി മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയുണ്ടാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതുപോലെ തന്നെ കീഴ്പള്ളി
സെന്റ് അൽഫോൻസാസ് സ്കൂളിലെ പ്രിൻസിപ്പളായിരിക്കുന്ന വിനീത സിസ്റ്ററിന്റെ പ്രിയപ്പെട്ട പിതാവ് ഇന്നലെ മരണമടഞ്ഞു. ആ അപ്പച്ചന് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയുണ്ടാകട്ടെ. മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് അച്ഛനിപ്പോൾ കുരിശടിയിൽ നിന്ന് മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആഗ്രഹിക്കുന്നവർക്ക് അച്ഛന്റെ ഒപ്പം കുരിശടിയിൽ നിന്ന് മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈശോയുടെ